അങ്ങനെ ഇനി വെറും 20 ദിവസം കൂടെ ഉള്ളൂ ആപ്പിളിൻ്റെ ഈ വർഷത്തെ 2023 WWDCക്ക് വേണ്ടി നമ്മളെല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 ഇവൻറ്റുകളാണ്. ഒന്ന് ഈ ഒരു ജൂണിൽ നടക്കുന്ന ആപ്പിളിൻ്റെ WWDCയും അതോടൊപ്പം തന്നെ സെപ്റ്റംബറിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്റ്റുകളുടെ റിലീസും. WWDC എന്ന് പറഞ്ഞ ഇവൻറ്റിൽ വെച്ചാണ് ആപ്പിളിൻ്റെ ആ വർഷത്തെ പുതിയ സോഫ്റ്റ്വെയർ റിലീസുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് iOS 17, iPadOS 17, watchOS 10, macOS 14 ഇതുപോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 17ൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസും അതിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് Milan ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എന്നാണ് ഈ ഒരു ഇവൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആപ്പിളിൻ്റെ ഈ ഒരു WWDC ജൂൺ 5-ന്, അതായത് ഇനി 20 ദിവസം കൂടി ഉള്ളൂ നമുക്ക് ഈ ഒരു ഇവൻറ്റിന് വേണ്ടി. ജൂൺ 5-ാം തീയതി ആപ്പിളിൻ്റെ യൂട്യൂബ് ചാനൽ അതിൽ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇവൻറ്റ്. WWDC സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വർഷത്തെ ഇവൻറ്റും കൂടെ ആകുമ്പോൾ 30 വർഷം തികയുവാണ്. കണക്കുകൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം WWDC എന്ന് പറയുന്ന ഈ ഇവൻറ്റിൽ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഇത് പ്യുവർലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ്. സോ ഇതിൽ യൂഷ്വലി കാണാറുള്ളത് അല്ലെങ്കിൽ 99% നമ്മൾ കാണാറുള്ളത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാർഡ്വെയർ ചേഞ്ചസും. ഇനി ഈ പറഞ്ഞ ഹാർഡ്വെയറിൻ്റെ കാര്യങ്ങളാണെങ്കിലും വളരെ ചുരുക്കം ഇവൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ ആപ്പിൾ ഒരു ഹാർഡ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഇൻഫർമേഷനും എൻ്റെ ഒരു ഗട്ട് ഫീലിങ്ങും വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവൻറ്റിൽ നമുക്ക് സോഫ്റ്റ്വെയർസും അതിനോടൊപ്പം തന്നെ റിയാലിറ്റി ഹെഡ്സെറ്റിൻ്റെ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സ്നീക്ക് പീക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇനി iOS iPadOS 17ൻ്റെ ഡിവൈസ് സപ്പോർട്ടുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നിലവിൽ യാതൊരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല ഏതൊക്കെ ഡിവൈസുകൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ലഭിക്കും എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ട് കാണുന്ന 3 ഡിവൈസുകളാണ് iPhone 8, 8 Plus, 10. കാരണം ഈ 3 ഡിവൈസുകൾ അതിൻ്റെ ഒരു ഏകദേശം ലൈഫ് സ്പാനിൻ്റെ എൻഡിലാണ്. സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ ലൈഫ് സ്പാൻ എൻഡിലാണ്. പക്ഷേ ഡിവൈസുകൾ സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. iOS 17 ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മെഷീൻ ലേണിങ്ങിനെയും അതിനോട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ UI ചേഞ്ചസോ അല്ലെങ്കിൽ അതിൽ വരുന്ന പുതിയ അഡീഷണൽ ചെറുതായിട്ടുള്ള ഫങ്ഷണാലിറ്റീസോ ഒന്നും തന്നെ ഈ പറഞ്ഞ 3 ഡിവൈസുകളിലും സോഫ്റ്റ്വെയർ സപ്പോർട്ട് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങളാകുന്നില്ല. ഇപ്പം ചേഞ്ചസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് അടുത്ത് പോകാം. പക്ഷേ മെഷീൻ ലേണിങ്ങിനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആപ്പിൾ കൂടുതൽ ഫോക്കസ് iOS 17ൽ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ 3 ഡിവൈസുകൾക്കും സോഫ്റ്റ്വെയർ സപ്പോർട്ട് ലഭിക്കാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി iOS 17ൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലീക്സും റൂമേഴ്സും ബേസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ചേഞ്ചസുമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഡിസൈൻഡ് ഐക്കൺസിൻ്റെ കാര്യത്തിലാണ്. കാരണം നമ്മളിപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് iOS 7 മുതൽ നമ്മൾ മൈനറായിട്ടുള്ള ട്വീക്കും ചേഞ്ചസുമാണ് അവിടെ ഇവിടെയൊക്കെ നമ്മളുടെ ഐക്കൺസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് എങ്ങും തന്നെ നമുക്ക് പറയാനില്ല. എക്സെപ്റ്റ് നമ്മുടെ macOS നമുക്ക് വന്നൊരു ചേഞ്ചസ് ഐക്കണിൽ കുറേയധികം ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലീക്സ് ആൻഡ് ഇൻഫർമേഷൻ അനുസരിച്ച് 17ൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐക്കൺ റീഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാപ്പിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ചാണ്. അതായത് നമുക്കറിയാം iOS 16ൽ ആപ്പിൾ കൊണ്ടുവന്ന ഒരു അഡീഷണൽ ഫങ്ഷനാലിറ്റിയാണ് ലൈവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ ലൈവ് ആയിട്ടുള്ള ആപ്പ് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് ഈ പറഞ്ഞ ലൈവ് ആക്ടിവിറ്റീസ്. അതിൽ മാപ്സിന് ആപ്പിൾ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ലോക്ക് സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ലൈവായിട്ടുള്ള നാവിഗേഷൻ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ആ നാവിഗേഷനെ ആക്സസ് ചെയ്യാനും ഈ ലൈവ് ആക്ടിവിറ്റീസിൻ്റെ സഹായത്തോടെ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ വരുമ്പം അതിനകത്തുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി കൺസർവേഷനാണ്. അതായത് ലൈവ് ആക്ടിവിറ്റീസിൽ അധികം എനർജി ഒന്നും എടുക്കാതെ നമ്മൾ ഡയറക്റ്റ് മാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ച് നാവിഗേഷൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിൽ നമുക്ക് ഈ ലൈവ് ആക്ടിവിറ്റീസിൻ്റെ സഹായത്തോടെ മാപ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നാവിഗേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം കാർപ്ലേ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ വർഷം നമ്മൾ iOS 16 ഇവൻറ്റിൽ കണ്ടതാണ്. പുതിയ കാർപ്ലേ, നെക്സ്റ്റ് ജനറേഷൻ കാർപ്ലേ എന്ന് പറഞ്ഞ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർപ്ലേ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെഹിക്കിളിനാണ് അങ്ങനത്തെ ഒരു സിസ്റ്റവും സപ്പോർട്ടും കൊടുക്കുന്നത്. പക്ഷേ അതിലുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് UI എലമെൻറ്റ്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും iOS 17ലേക്ക് വരുമ്പോൾ നമ്മൾ കാർപ്ലേയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാർപ്ലേ iOS 16ലെയും 15ലെയും 14ലെയൊക്കെ കാർപ്ലേ ഒരേ രീതി തന്നെയാണ്. കാരണം കാർപ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ട്വീക്കിംഗ് ആണ് അവിടെ ഇവിടെ കാർപ്ലേയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു കാർപ്ലേ അടിപൊളിയാണ്. നമുക്ക് ഫുൾ ഡിസ്പ്ലേ ഉള്ള വെഹിക്കിളിൽ അല്ലെങ്കിൽ വണ്ടികളിൽ നമുക്ക് കാർപ്ലേനെ ഏതൊക്കെ രീതികളിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ നമുക്ക് വണ്ടികളുടെ കൺട്രോൾസ് വരെ കാർപ്ലേ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ AC ആയാലും അല്ലെങ്കിൽ നാവിഗേഷൻ ആയാലും സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഗേജ് അങ്ങനെയുള്ള
പല കാര്യങ്ങളും ആ ഒരു വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും മീറ്റർ കൺസോളും എല്ലാം തന്നെ അവർക്ക് ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് കുറേ അധികം ഫങ്ഷണാലിറ്റീസ് ഫീച്ചേഴ്സ് ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വെൽക്കമിങ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. അത് ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. പിന്നീട് പറയേണ്ട മറ്റൊരു ഏരിയയാണ് ലോക്ക് സ്ക്രീൻ. കാരണം കഴിഞ്ഞ വർഷം iOS 16 നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുമടുത്ത ആ ഒരു ബോറിംഗ് ലോക്ക് സ്ക്രീനിൽ നിന്ന് മാറി മറ്റൊരു എൻറ്റയർലി ഫ്രഷ് ഫീലിംഗ് തരുന്ന മറ്റൊരു ലോക്ക് സ്ക്രീൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പിൾ. അപ്പം ലോക്ക് സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ വർഷം കുറേ അധികം ചേഞ്ചസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷമേ ആപ്പിളിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ ഫോണ്ടാണ്. കാരണം ഫോണ്ടിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫോണ്ടുകൾ നമുക്ക് വെളിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റം വൈഡ് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോഴും അതൊരു പോരായ്മയായിട്ട് തന്നെ തുടരുന്ന ഒരു കാര്യമാണ്. സോ ഫോൺസിൽ നമുക്ക് കുറേയധികം പുതിയ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ iOS 17 വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ലോക്ക് സ്ക്രീനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നിലവിൽ ആപ്പിൾ വാച്ചിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വാച്ച് ഫേസുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ലോക്ക് സ്ക്രീനിൽ വരുന്ന മറ്റ് ചേഞ്ചുകൾ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ആണ്. നമുക്കറിയാം ഇപ്പം നിലവിൽ ടോർച്ചും ക്യാമറയും അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ലോക്ക് സ്ക്രീനിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിലൊരു ചേഞ്ച് ആപ്പിൾ അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷനാലിറ്റീസ് ആപ്പിൾ ആഡ് ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കാര്യത്തിൽ നമുക്ക് പല രീതിയിൽ വാൾപേപ്പേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് വരാൻ പോകുന്ന വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക്കിലാണ്. കിട്ടുന്ന ലീക്സ് ആൻഡ് ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ലിറിക്സ് ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചേഞ്ച് ആപ്പിൾ മ്യൂസിക്കിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ എൻറ്റയർ UI ഡിസൈൻ മൊത്തം ആപ്പിൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. എക്സെപ്റ്റ് നമ്മുടെ ടെക്സ്റ്റോ കാര്യങ്ങളിലോ മാത്രമല്ല, എൻറ്റയർ ഗ്രാഫിക് എലമെൻറ്റുകൾ ആപ്പിൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ റീഡിസൈൻഡ് ആയിട്ടുള്ളൊരു പുതിയ ആപ്പിൾ മ്യൂസിക് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐഫോണിലെ ലോക്ക് സ്ക്രീനിലെ ചേഞ്ചസ് പറയുന്നതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് iPadOS 7 നമുക്കറിയാം. iPadOS ആകെ ഒരു ഫോണ്ട് ചേഞ്ച് മാത്രമാണ് ലോക്ക് സ്ക്രീനിൽ വന്നത്. ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. കാര്യമായിട്ടുള്ള വലിയ ചേഞ്ചസ് ഐഫോണിൽ അല്ലെങ്കിൽ iOS 16 കൊണ്ടുവന്ന അത്രയും വലിയ ചേഞ്ചസുകളോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ iPadOSൻ്റെ ലോക്ക് സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടില്ല. സോ അതിലും മറ്റൊരു ചേഞ്ച് വരാൻ പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ iOSലുള്ള പോലെ ഫോണ്ടുകൾ, വിജിറ്റുകൾ, അതോടൊപ്പം തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ലോക്ക് സ്ക്രീനുകൾ, അങ്ങനെയുള്ള പല ചേഞ്ചസും iPadOS 17 ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നതാണ്. iOS 17 ലോക്ക് സ്ക്രീൻ്റെയും മ്യൂസിക് ആപ്പിൻ്റെയും ചേഞ്ചസുകൾ കഴിഞ്ഞാൽ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഹോം സ്ക്രീൻ. അതിലുള്ള കോർ എലമെൻറ്റുകൾ. ഫോർ എക്സാമ്പിൾ അതിലൊരു ചേഞ്ചാണ് നമുക്കറിയാം ആപ്പ് സ്വിച്ചറിൽ നമുക്ക് ക്ലോസ് ഓൾ ആപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടാബ് അല്ലെങ്കിൽ ബട്ടൺ ആപ്പിൾ കൊണ്ടുവരുന്നു. പക്ഷേ ഇതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മൈന്യൂട്ട് ചേഞ്ചസ് ആപ്പിൾ കുറേയധികം താമസിച്ചാണ് യൂഷ്വലി കൊണ്ടുവരാനുള്ളത്. ഇതുവരെയുള്ള ആപ്പിളിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഹോം സ്ക്രീൻ കഴിഞ്ഞാൽ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഹോം സ്ക്രീനിൻ്റെ തന്നെ മറ്റൊരു ഏരിയയാണ് കൺട്രോൾ സെൻറ്റർ. അതിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് ആപ്പിൾ ഈ വർഷം കൊണ്ടുവരാൻ പോകുന്നത്. iOS 11 നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കൺട്രോൾ സെൻറ്റർ കാര്യത്തിലേക്ക് വരുമ്പം കാര്യമായിട്ടുള്ളൊരു ഡെഫിനറ്റ് ചേഞ്ച് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ടും വളരെ മൈനറായിട്ടുള്ള ടിക്കിങ് കൊണ്ടുവരുന്ന അല്ലാതെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ഈ വർഷം iOS 17 നമുക്കിതിൽ ഏറ്റവും പ്രകടമായിട്ട് എടുത്തു പറയേണ്ടത് UI എലമെൻസിൻ്റെ ചേഞ്ചസ് ആണ്. അതോടൊപ്പം തന്നെ ഓപ്ഷൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഫങ്ഷനാലിറ്റിയും കൂടെ ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലുള്ള UI എലമെൻസിൻ്റെ ചേഞ്ചസും അഡീഷണൽ ഫീച്ചേഴ്സും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ചില ഓപ്ഷനുകൾ അൺലോക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ നിലവിൽ നമുക്കറിയാം ആപ്പിൾ പേ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ ഇല്ലാത്ത മറ്റെല്ലാ കൺട്രീസിലും ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള NFC ഓപ്ഷൻ ലോക്ക് ചെയ്തേക്കുവാണ്. അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനോ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനോ അത് ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഓപ്ഷൻ കൊണ്ടുവന്ന് അതിനെ ഡിസേബിൾ ചെയ്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആപ്പിൾ പേ ഇന്ത്യയിൽ അടുത്തെങ്ങും വരും എന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. കാരണം RBI ആയിട്ടുള്ള കുറച്ച് റെഗുലേറ്ററി പ്രശ്നങ്ങളും അതിൻ്റെ ലോസും കാര്യങ്ങളും കൊണ്ട് ആപ്പിൾ പേയുടെ കാര്യത്തിൽ യാതൊരു തീരുമാനമായില്ല. എന്നാൽ NFC അൺലോക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും നമുക്ക് വെർച്വലായിട്ട് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുന്ന ആ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും അൺലോക്ക് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം കാർഡിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ഉണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നമ്മളുടെ ഐഫോൺ ഉപയോഗിച്ചുള്ള കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സും അല്ലെങ്കിൽ NFC ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെൻറ്റ്സും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാർഡ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വെർച്വലി നമുക്ക് ഈ പറഞ്ഞ കാർഡുകൾ യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ബ്ലൂംബെർഗിലെ മാർക്ക് റുമാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആപ്പിൾ പേ പോലെ തന്നെ ആപ്പിൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്യാൻ പോകുന്ന മറ്റൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് നമ്മളുടെ ഫൈൻഡ് മൈനെ കുറച്ചും കൂടെ സോഷ്യലാക്കുക. ആ ഒരു സോഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിനുള്ള രീതികളിൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആപ്പിൾ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകത്തില്ല, പക്ഷേ കുറച്ചും കൂടെ സോഷ്യലായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസും ഫീച്ചേഴ്സും ഫങ്ഷനാലിറ്റീസും ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ട്വിറ്ററിൽ മാർക്ക് റുമാൻ ഷെയർ ചെയ്ത രണ്ട് കാര്യങ്ങളൊന്നാണ്
iPadOS നമുക്ക് ഹെൽത്ത് ആപ്പ് കുറേ നാളുകളായിട്ട് നമുക്ക് ഐഫോണിലുള്ളതാണ്, പക്ഷേ iPadOS-ലില്ല. അത് വരാൻ പോകുന്നു. കംപ്ലീറ്റ്ലി ഉള്ള നമ്മളുടെ ഹെൽത്ത് ഡേറ്റ മുഴുവനും നമുക്ക് iPadOS-ലും ആക്സസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് വരാൻ പോകുന്ന മറ്റൊരു പുതിയ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജേർണൽ ആപ്പ്. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്കുകൾ ഇതെല്ലാം സെറ്റ് ചെയ്യാനും അതിനെല്ലാം ആക്സസ് ചെയ്യാനും സാധിക്കുന്ന ഒരു ജേർണൽ ആപ്പായിരിക്കും ഇത്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സെക്കൻഡ് തോട്ടാണ്, അത് നമ്മുടെ പ്രൈവസിയിലേക്കുള്ളൊരു അതിക്രമമാണോ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പ്രൈവസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലും ഇത് ആപ്പിൾ സെർവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അതായത് ഈ പറഞ്ഞ പ്രോസസ്സിങ്, ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ ഒരിക്കലും ആപ്പിൾ സെർവറിനെ കോൺടാക്ട് ചെയ്യത്തില്ല. ഓൺ ഡിവൈസ്, മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ ഓൺ ഡിവൈസ് ആയിരിക്കും ഈ പ്രോസസ്സിങ്, ഡേറ്റ പ്രോസസ്സിങ് എല്ലാം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡിവൈസ് വിട്ട് വെളിയിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി സെക്യൂർഡ് ആയിരിക്കും. ആൻഡ് ഫൈനലി നമ്മൾ iOS 15 ലീക്സിലും 16 ലീക്കിലും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ്, ആപ്പിൾ വിജിറ്റ്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വിജിറ്റുകൾ കൊണ്ടുവരുന്നു. അതിൻ്റെ ലീക്സും സ്ക്രീൻഷോട്ടും ഒക്കെ നമ്മൾ ആ സമയത്ത് കാണിച്ചാണ്. പക്ഷേ ഇതുവരെ നമ്മൾ ഒരു OS-ലും അപ്ഡേറ്റിൽ ഈ പറഞ്ഞ 15-ലും 16-ലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. എന്നാൽ ആപ്പിൾ കംപ്ലീറ്റ്ലി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വിജിറ്റുകൾ iOS 17-ൽ കൊണ്ടുവരാൻ പോകുന്നു. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. എനിവേ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിലവിൽ iOS 17-നെ പറ്റി ലഭിക്കുന്ന ലീക്സ് ആൻഡ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ smash ചെയ്യുക. So once again, this is me, Milan. Catch you guys in the next video. Till then, peace.